ഹലോ വെൽക്കം ടു ദി ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 7 ഫ്രം ഫുഡ് പ്രൊഡക്ഷൻ ടു ഫുഡ് സെക്യൂരിറ്റി എന്ന പാഠഭാഗത്തിലെ 101 മുതൽ 104 പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ അഗ്രികൾച്ചർ ഫോർ ഫുഡ് ആൻഡ് ഇൻകം, അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, മിനറൽ വെൽത്ത് എന്നീ ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പിക്സ് ലാൻഡ് റിഫോം ആക്ട്, ഗ്രീൻ റെവല്യൂഷൻ, ഇറ്റ്സ് ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്, വാട്ട് ഈസ് പോവർട്ടി ആൻഡ് പോവർട്ടി ലൈൻ, കോസസ് ഓഫ് പോവർട്ടി എന്നിവയാണ്. ഓരോന്നും ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 27. വിച്ച് വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ദാറ്റ് ഇംപ്ലിമെൻറ്റഡ് ദ ലാൻഡ് റിഫോംസ് ആക്ട്? ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആൻസർ കേരള. നെക്സ്റ്റ് വൺ. വിച്ച് were the two reforms implemented in independent India to solve the crisis in the agricultural sector? കാർഷിക മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സ്വതന്ത്ര ഇന്ത്യയിൽ നടപ്പിലാക്കിയ രണ്ട് പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ലാൻഡ് റിഫോംസ് ആക്ട് ആൻഡ് ഗ്രീൻ റെവല്യൂഷൻ. നെക്സ്റ്റ് വൺ. ഹു ഈസ് ദ ഫാദർ ഓഫ് ദ ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ? ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഡോക്ടർ MS സ്വാമിനാഥൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റിസൾട്ട് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ വാസ് ഫസ്റ്റ് വിസിബിൾ ഇൻ വിച്ച് ഫുഡ് ഗ്രെയിൻസ്? ഹരിത വിപ്ലവത്തിന്റെ ഫലം ആദ്യം ദൃശ്യമായത് ഏത് ഭക്ഷ്യധാന്യത്തിലാണ്? ആൻസർ വീറ്റ്. നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് ദ അതർ നെയിം ഫോർ ഗ്രീൻ റെവല്യൂഷൻ? ഹരിത വിപ്ലവത്തിന്റെ മറ്റൊരു പേര് എന്താണ്? ആൻസർ വീറ്റ് റെവല്യൂഷൻ. നെക്സ്റ്റ് വൺ. ഹു ഈസ് ദ ഫാദർ ഓഫ് ദ ഗ്രീൻ റെവല്യൂഷൻ? ആൻസർ നോർമാൻ ഏർണസ്റ്റ് ബോർലോഗ്. ഫാദർ ഓഫ് ദ ഗ്രീൻ റെവല്യൂഷനും ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷനും മാറിപ്പോകരുത്. നെക്സ്റ്റ് വൺ. നെയിം ദ ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ ഹു ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് എ മാത്തമാറ്റിക്കൽ വിസാർഡ്. ഗണിതശാസ്ത്രത്തിലെ മാന്ത്രികൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞന്റെ പേരെന്താണ്? ആൻസർ ശ്രീനിവാസ രാമാനുജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ക്യാൻ വി കോൾ ദ കണ്ടീഷൻ ഓഫ് നോട്ട് ബീയിങ് ഏബിൾ ടു ഫുൾഫിൽ ബേസിക് നീഡ്സ്? പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയെ എന്താണ് വിളിക്കുന്നത്? ആൻസർ പോവർട്ടി. നെക്സ്റ്റ് വൺ. വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ ഡ്യൂറിംഗ് ദ പ്രീ ഇൻഡിപെൻഡൻസ് ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്? സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും ഇന്ത്യൻ കാർഷിക മേഖല അഭിമുഖീകരിച്ച പ്രശ്നങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ നോക്കാം. ദ ലാൻഡ് ടാക്സ് സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം. ലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ, പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങൾ. നെഗ്ലക്റ്റ് ഓഫ് ഫുഡ് ക്രോപ്സ്, ഭക്ഷ്യവിളകളോടുള്ള അവഗണന. ഫാർമേഴ്സ് ഇൻഡെപ്റ്റഡ്നെസ്, കർഷകരുടെ കടബാധ്യത. ഔട്ട്ഡേറ്റഡ് ടെക്നോളജീസ്, കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകൾ. നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് ദി ലാൻഡ് റിഫോംസ് ആക്ട്? എന്താണ് ഭൂപരിഷ്കരണ നിയമം? ആൻസർ. According to the Land Reforms Act, a limit was set for the possession of land a person could own. The land above that limit was known as surplus land. It was taken over by the government and distributed to the landless peasants and tenants. ഭൂപരിഷ്കരണ നിയമപ്രകാരം ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമി കൈവശം വയ്ക്കുന്നതിന് പരിധി നിശ്ചയിച്ചിരുന്നു. ആ പരിധിക്ക് മുകളിലുള്ള ഭൂമി മിച്ചഭൂമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് സർക്കാർ ഏറ്റെടുത്ത് ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്യുമായിരുന്നു. നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് ദി ഗ്രീൻ റെവല്യൂഷൻ? എന്താണ് ഹരിത വിപ്ലവം? ദ ഗ്രീൻ റെവല്യൂഷൻ വാസ് എ പ്രോഗ്രാം ദാറ്റ് മാസീവ്ലി ഇൻക്രീസ്ഡ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് യൂസിംഗ് ഹൈ yielding സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ന്യൂ ടെക്നോളജീസ്, ലോൺസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് സയൻറ്റിഫിക് ഇറിഗേഷൻ. അത്യുൽപാദന ശേഷിയുള്ള വിത്ത്, വളം, കീടനാശിനികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പരിപാടിയായിരുന്നു ഹരിത വിപ്ലവം. നെക്സ്റ്റ് വൺ. വൈ ഗ്രീൻ റെവല്യൂഷൻ ഈസ് ഓൾസോ കോൾഡ് വീറ്റ് റെവല്യൂഷൻ? എന്തുകൊണ്ടാണ് ഹരിത വിപ്ലവത്തെ ഗോതമ്പ് വിപ്ലവം എന്നും വിളിക്കുന്നത്? ആൻസർ. Among food grains, the result of green revolution was first visible in wheat production. Hence, it is also called wheat revolution. ഭക്ഷ്യധാന്യങ്ങളിൽ ഹരിത വിപ്ലവത്തിന്റെ ഫലം ആദ്യം ദൃശ്യമായത് ഗോതമ്പ് ഉൽപാദനത്തിലാണ്. അതിനാൽ ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്നും വിളിക്കുന്നു. നെക്സ്റ്റ് വൺ. വാട്ട് വാസ് ദ റീസൺ ഫോർ ഇംപ്ലിമെന്റിംഗ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടപ്പാക്കാനുള്ള കാരണം എന്തായിരുന്നു? ആൻസർ. Though 70% of the population were farmers, our country was still importing food grains. To increase agricultural production and ensure self-dependence in terms of food grain production, Green Revolution was implemented in India.
ജനസംഖ്യയുടെ 70% കർഷകരാണെങ്കിലും നമ്മുടെ രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭക്ഷ്യധാന്യ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ സ്വയം ആശ്രിതത്വം ഉറപ്പാക്കുന്നതിനുമായിട്ട് ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടപ്പാക്കി. നെക്സ്റ്റ് വൺ, റൈറ്റ് എ ഷോർട്ട് ബയോഗ്രഫി അബൌട്ട് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഡോക്ടർ എം.എസ്. സ്വാമിനാഥനെ കുറിച്ച് ഒരു ചെറിയ ജീവചരിത്ര കുറിപ്പ് എഴുതുക എന്നുള്ളതാണ് ചോദ്യം. ആൻസർ: Dr. M.S. Swaminathan is the father of the Indian Green Revolution. He was born on August 7, 1925 in Kumbakonam, Tamil Nadu. He served as the first director of the Indian Council of Agricultural Research. He was honored by the nation with Padma Shri, Padma Bhushan and Bharat Ratna. He passed away on 28 September 2023 in Chennai. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് അദ്ദേഹം ജനിച്ചത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ ആദ്യ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു. പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്നം എന്നിവ നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. 2023 സെപ്റ്റംബർ 28 ചെന്നൈയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. നെക്സ്റ്റ് വൺ, വാട്ട് വാസ് ദ ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ദ ഗ്രീൻ റെവല്യൂഷൻ? ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളും പരിമിതികളും എന്തായിരുന്നു? ഇതിൻ്റെ ആൻസർ പേജ് നമ്പർ 103 ഒരു ടേബിളായിട്ട് ആദ്യം തന്നെ കിടക്കുന്നുണ്ട്. ആ പോയിന്റ്സ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ബെനിഫിറ്റ്സ്: ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ്, അതായത് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ വർധനവ്. നെക്സ്റ്റ് വൺ, എൻഷ്യൂർഡ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത ഉറപ്പാക്കി. നെക്സ്റ്റ് വൺ, ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡ്രോപ്പ്ഡ്, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. നെക്സ്റ്റ് വൺ, ദ ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹോർഡിംഗ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡിക്ലൈൻഡ്, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും കുറഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ, ലിമിറ്റേഷൻസ്: ഡ്യൂ ടു എക്സസീവ് യൂസ് ഓഫ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്രീസ്ഡ് ഡ്രാസ്റ്റിക്കലി, ജലത്തിൻ്റെ അമിത ഉപയോഗം മൂലം ഭൂഗർഭ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞു. എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് റെഡ്യൂസ്ഡ് നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതമായ ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറയ്ക്കുന്നു. ഇനി ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് നോക്കാം. ബെനിഫിറ്റ്സ്: ഹെൽപ്പ് ടു റെഡ്യൂസ് പോവർട്ടി, ദാരിദ്ര്യം കുറയ്ക്കാൻ സഹായിച്ചു. പ്രൊഡക്ഷൻ ഓഫ് ഇംപ്രൂവ്ഡ് വെറൈറ്റീസ്, മെച്ചപ്പെട്ട ഇനങ്ങളുടെ ഉൽപ്പാദനം. ഡിപ്പെൻഡൻസ് ഓൺ ഫുഡ് ഇമ്പോർട്ട്സ് ഹാസ് ഡിക്രീസ്ഡ്, ഭക്ഷ്യ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറഞ്ഞു. എ ബഫർ സ്റ്റോക്ക് കുഡ് ബി കെപ്റ്റ് ഫോർ യൂസ് ഇൻ കേസ് ഓഫ് ഫുഡ് ഷോർട്ടേജ്, അതായത് ഭക്ഷ്യക്ഷാമം ഉണ്ടായാൽ ഉപയോഗിക്കുന്നതിന് ഒരു ബഫർ സ്റ്റോക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞു. ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം നമ്മൾ ഭാവിയിലേക്കായിട്ടൊരു കരുതി വയ്ക്കുക എന്ന് പറയില്ലേ, സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുക, അതിനാണ് ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, മാർക്കറ്റബിൾ സർപ്ലസ് വാസ് പോസിബിൾ ഡ്യൂ ടു ഹയർ പ്രൊഡക്ഷൻ, അതായത് ഉൽപ്പാദനം കൂടിയതിനാൽ വിപണനയോഗ്യമായ മിച്ചം സാധ്യമായി. മിച്ചം വസ്തുക്കളായിട്ട് സർപ്ലസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാകാൻ തുടങ്ങി. ഇനി നെക്സ്റ്റ് വൺ, ലിമിറ്റേഷൻസ്: കൺസ്യൂമിങ് ഫുഡ് പ്രൊഡക്ട്സ് യൂസിങ് പെസ്റ്റിസൈഡ്സ് കോസ്ഡ് ഹെൽത്ത് പ്രോബ്ലംസ്, അതായത് കീടനാശിനികൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് വൺ, സ്മോൾ ഫാമേഴ്സ് കുഡിൻറ്റ് അഫോർഡ് ന്യൂ ടെക്നോളജീസ് സോ ദ ബിഗ് ഫാമേഴ്സ് ബെനിഫിറ്റഡ് മോർ, ചെറുകിട കർഷകർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ താങ്ങാനാവുന്നതായിരുന്നില്ല, അതിനാൽ വൻകിട കർഷകർക്ക് കൂടുതൽ പ്രയോജനം ലഭിച്ചു. Their achievements were limited to the production of wheat and rice crops, അതായത് അവരുടെ നേട്ടങ്ങൾ ഗോതമ്പിൻ്റെയും നെല്ലിൻ്റെയും ഉൽപ്പാദനത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി. നെക്സ്റ്റ് വൺ, മേക്ക് എ നോട്ട് ഓൺ ഹൗ ദ ഗ്രീൻ റെവല്യൂഷൻ ഹെൽപ്ഡ് ടു ഇറാഡിക്കേറ്റ് ഫുഡ് ഷോർട്ടേജ് ആൻഡ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഭക്ഷ്യക്ഷാമവും ദാരിദ്ര്യവും തുടച്ചു നീക്കാൻ ഹരിത വിപ്ലവം എങ്ങനെ സഹായിച്ചു എന്ന് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ: Farmers in India faced many problems in the agricultural sector during the pre-independence and post-independence period. Food shortage was one among them. Though 70% of the population were farmers, our country was still importing food grains. To find a solution to this problem, Dr. M.S. Swaminathan implemented Green Revolution in India. It was a program that massively increased the production of food grains using high-yielding seeds, fertilizers, pesticides, new technologies, loans at low interest rates, and scientific irrigation. As a result, production increased by 5 million tons over the previous harvest and India became self-sufficient in food production. The price of food grains also dropped, thus reduced poverty in India. സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിലെ കർഷകർ കാർഷിക മേഖലയിൽ നിരവധി പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ഭക്ഷ്യക്ഷാമം അതിലൊന്നായിരുന്നു. ജനസംഖ്യയുടെ 70% കർഷകരാണെങ്കിലും നമ്മുടെ രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു.
ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടപ്പാക്കി. അത്യുൽപാദന ശേഷിയുള്ള വിത്ത്, വളം, കീടനാശിനികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അത്. തൽഫലമായി ഉൽപ്പാദനം മുൻകാല വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടൺ വർദ്ധിക്കുകയും ഇന്ത്യ ഭക്ഷ്യ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമാവുകയും ചെയ്തു. ഭക്ഷ്യധാന്യങ്ങളുടെ വിലയും കുറഞ്ഞു. അങ്ങനെ ഇന്ത്യയിൽ ദാരിദ്ര്യവും കുറഞ്ഞു. ഈ ആൻസർ കുറച്ച് വലുതാണ്, പക്ഷെ പേടിക്കേണ്ട. ഹരിത വിപ്ലവം ഉണ്ടാകാനിടയായ സാഹചര്യവും എന്താണ് ഹരിത വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ആകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻറ്റ് ബൈ പോവർട്ടി? ദാരിദ്ര്യം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ, പോവർട്ടി ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ബേസിക് ഹ്യൂമൻ നീഡ്സ് സച്ച് ആസ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ആർ നോട്ട് ആക്സസിബിൾ ആസ് പെർ ദ റിക്വയർമെൻറ്റ്. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭ്യമല്ലാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. നെക്സ്റ്റ് വൺ, ഹൂം ഡു വി കോൾ പുവർ? ആരെയാണ് നമ്മൾ പാവങ്ങൾ എന്ന് വിളിക്കുന്നത്? ആൻസർ, പീപ്പിൾ ഹൂ ഡു നോട്ട് ഹാവ് ദ ആക്സസ് ടു ഇൻകം ഓർ പ്രോപ്പർട്ടി ടു മീറ്റ് ഈവൻ ദെയർ ബേസിക് നീഡ്സ് ആർ കോൾഡ് പുവർ. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ വരുമാനമോ വസ്തുവകകളോ ഇല്ലാത്തവരെയാണ് നമ്മൾ ദരിദ്രർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് മെൻറ്റ് ബൈ പോവർട്ടി ലൈൻ? എന്താണ് ദാരിദ്ര്യരേഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആൻസർ, എ പോവർട്ടി ലൈൻ ഈസ് ആൻ ഇമാജിനറി ലൈൻ ദാറ്റ് ഡിവൈഡ്സ് ദ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ഇൻ ടു ദോസ് ഹു ആർ പുവർ ആൻഡ് നോട്ട്. ഒരു രാജ്യത്തെ ജനസംഖ്യയെ ദരിദ്രരും അല്ലാത്തവരുമായി വിഭജിക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ. നെക്സ്റ്റ് വൺ, പോവർട്ടി ഇൻ അവർ കൺട്രി ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ വിച്ച് ക്രൈറ്റീരിയാസ്? നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യം കണക്കാക്കുന്നത് ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പോവർട്ടി ഇൻ അവർ കൺട്രി ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ വൺസ് ഇൻകം ആൻഡ് ദ കലോറീസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി ഫുഡ്. നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യം കണക്കാക്കുന്നത് ഒരാളുടെ വരുമാനവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന കലോറിയും അടിസ്ഥാനമാക്കിയാണ്. അതായത് ദാരിദ്ര്യം പ്രധാനമായും അളക്കുന്നത് തൊഴിൽ ചെയ്യാൻ ഒരു വ്യക്തിക്ക് വേണ്ട ഊർജത്തിൻ്റെയും, അതായത് കലോറി, അത് നേടാൻ വേണ്ട പ്രതിമാസ പ്രതിശീർഷ വരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ റീസൺസ് ദാറ്റ് ലീഡ് പീപ്പിൾ ടു പോവർട്ടി? ആളുകളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ, അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, ഇൻഡെപ്റ്റഡ്നെസ്, അതായത് കടബാധ്യത, ഓവർ പോപ്പുലേഷൻ, ജനസംഖ്യ വർധനവ്. നെക്സ്റ്റ് വൺ, പ്രൈസ് റൈസ്, വില കൂടുതൽ, ഇനിക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളുടെ അസമത്വം, അൺബാലൻസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിൻ്റെ അസന്തുലിതമായ വിതരണം, ലാക്ക് ഓഫ് ക്യാപിറ്റൽ, മൂലധനത്തിൻ്റെ അഭാവം, ലാക്ക് ഓഫ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി അടുത്തൊരു വീഡിയോയോട് കൂടി നമ്മുടെ ചാപ്റ്റർ 7 കംപ്ലീറ്റ് ആകും. ഇനി അടുത്ത ടോപ്പിക്സ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. ടിൽ ദെൻ ബൈ.